ഇതിപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ചപ്പാത്തിക്കായാലും ഇടിയപ്പത്തിനായാലും പത്തിരിക്കായാലും പൂരിക്കായാലും ഇതുപോലൊരു കറി മതി കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് കറി റെഡിയാവും. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റിന് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം. എന്തിനാ നല്ല മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. ഉരുളക്കിഴങ്ങും അതേ കണക്ക് തന്നെ ക്യാരറ്റും എടുക്കണം. എന്നിട്ടൊരു സവാള വലുതായിട്ടായാലും കണ്ടിച്ചിട്ടാലും മതി. തക്കാളി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ ഒരു അര തക്കാളി ഇട്ടിരിക്കുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ഇട്ട് 3-4 പച്ചമുളക് എരിക്കനുസരണം ഇടണേ. ഇട്ടതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേ കണക്ക് തന്നെ ഉപ്പും കൂടി ഇട്ട് നമുക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം, അത്രേ ഉദ്ദേശിക്കുന്നോളും. എന്നിട്ട് മുങ്ങിക്കിടന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുക്കർ അടച്ചൊരു 3 വിസിൽ മാത്രം കേട്ടതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് കുക്കറൊന്ന് തുറന്ന് നോക്കണം. നന്നായിട്ട് ഇതെല്ലാം നല്ലോണം വെന്ത് വരുവേ. ഒന്ന് കിഴങ്ങെടുത്തൊന്ന് നോക്കാം, കുറച്ച് ചൂടുണ്ടായിരിക്കും. നിങ്ങൾ ആ ചൂട് നോക്കിയിട്ടൊന്ന് നോക്കിയാൽ മതി. എന്നിട്ടൊരു കടായി അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് 2-3 സ്പൂൺ എണ്ണയും നന്നായിട്ട് കടുകിട്ട് പൊട്ടിക്കണം കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മുടെ വറ്റൽ മുളകും നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിക്കണം. ഒരുപാടൊന്നും കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല രീതിയിലൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നത് അങ്ങോട്ട് ഒഴിക്കുക. കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ വരും, അത് നിങ്ങൾ എന്തായാലും നോക്കി നിന്നേ ഒഴിക്കാവൂ. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കുത്തി പൊട്ടിച്ചൊക്കെ എടുക്കുക. എന്നിട്ടൊരു അര ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതേപോലൊരു കറി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വയറ് നിറച്ച് നമുക്ക് രാവിലത്തെ കാപ്പി ആയാലും വൈകിട്ടത്തെ ഡിന്നർ ആയാലും കഴിക്കാൻ പറ്റും. ഓക്കെ, ബൈ, സീ യു.